നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കേരളീയരുടെ അഹങ്കാരമായ തേങ്ങാക്കൊത്തിട്ട് തയ്യാറാക്കിയ ബീഫ് ഫ്രൈ ആണ്. ബീഫ് ഫ്രൈയും പെറോട്ടയും ഇഷ്ടപ്പെടാത്ത മലയാളികളുണ്ടെന്ന് തോന്നുന്നില്ല. പെറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാവുന്ന ഒരു ഉഗ്രൻ കോമ്പിനേഷനാണ് ഈ ബീഫ് ഫ്രൈ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ ഒരു കടായിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കടായി അടുപ്പിൽ വെച്ച് ചൂടാക്കുക. ഇതിലേക്ക് 100 ml വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിടുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാക്കൊത്ത് ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. തേങ്ങാക്കൊത്ത് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തതും 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും ചേർക്കുക. നന്നായി വഴറ്റി കൊടുക്കുക. മൂന്ന് പച്ചമുളക് ചോപ്പ് ചെയ്തത് ചേർത്തിളക്കുക. ഇനി ഈ കടായിലേക്ക് 2 കപ്പ് സവാള സ്ലൈസ് ചെയ്തത് ചേർത്തിളക്കുക. ഈ ബീഫ് ഫ്രൈക്ക് വേണ്ട എല്ലാ ചേരുവകളുടെയും ലിസ്റ്റ് വീഡിയോയുടെ അവസാന ഭാഗം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിളക്കാം. നന്നായി വഴറ്റി കൊടുക്കുക. സവാള നന്നായി വഴറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിളക്കുക. അടുത്തതായി 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിളക്കുക. ഇനി 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിളക്കുക. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി കൂടി ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഹോം മെയ്ഡ് ഗരം മസാല ചേർത്തിളക്കുക. ഗരം മസാലയുടെ റെസിപ്പി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മസാല നന്നായി മൂത്തിട്ടുണ്ട്. നമുക്കിനി കടായിലേക്ക് ബീഫ് ചേർക്കാം.
ചെറിയ ക്യൂബ്സായി അരിഞ്ഞ 1.25 കിലോ ബീഫാണിത്. അല്പം കൊഴുപ്പടങ്ങിയ ബീഫാണ് ബീഫ് ഫ്രൈ ചെയ്യാൻ ഉത്തമം. ചിലർ ബീഫ് ഫ്രൈ ചെയ്യുമ്പോൾ പ്രഷർ കുക്കറിൽ വേവിക്കാറുണ്ട്. എന്നാൽ ബീഫ് ഫ്രൈ ചെയ്യുമ്പോൾ കുക്കറിൽ വേവിക്കേണ്ട കാര്യമില്ല. ബീഫ് ഫ്രൈക്കായി ഏകദേശം 3/4 മണിക്കൂറോളം ബീഫ് ഉലർത്തേണ്ടതുണ്ട്. അപ്പോൾ ഇത് നന്നായി വേകുന്നതാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുക. ഇതിൽ കൂടുതൽ വെള്ളം ചേർക്കേണ്ടതില്ല. ബീഫിൽ നിന്നും വെള്ളം ഊറുന്നതാണ്. നന്നായി ഉലർത്തി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് ഇളക്കുക. ഇപ്പോൾ നമുക്ക് ബീഫിൽ നിന്നും വെള്ളം ഊറുന്നത് കാണാം. ഈ ബീഫ് ഉലർത്ത് കൈക്ക് നല്ലൊരു വ്യായാമമാണ്. ഉലർത്തിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഈ ബീഫിലെ വെള്ളം വറ്റി തുടങ്ങി. ഇനി അടുപ്പ് മീഡിയം ചൂടിലേക്ക് മാറ്റുക. ഇനി 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിളക്കുക. നന്നായി ഉലർത്തി കൊടുക്കുക. ഇപ്പോൾ ബീഫിൻ്റെ നിറം ഇരുണ്ടു വരുന്നത് നമുക്ക് കാണാം. കടായിൽ പറ്റിപ്പിടിക്കുന്ന മസാല ഇളക്കി കൊടുത്ത് നന്നായി ഉലർത്തുക. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകവും 8 ഏലക്കയും ചേർത്ത് പൊടിച്ചതും കറിവേപ്പിലയും ചേർത്തിളക്കുക.
അവസാനമായി അല്പം കറിവേപ്പില കൂടി ചേർത്ത് നന്നായി ഉലർത്തുക. അങ്ങനെ കടായും ബീഫുമായി നടത്തിയ ഒരു മൽപിടുത്തത്തിന് ശേഷം കേരളീയരുടെ അഹങ്കാര വിഭവമായ ബീഫ് ഫ്രൈ തയ്യാറായിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതുപോലുള്ള രുചികരമായ റെസിപ്പികൾക്കായി ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൃത്യമായ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Thank you for watching Rocking Rock.